ഹായ് ഹലോ നമസ്കാരം. പേജ് 3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് കുറച്ച് ചോദ്യങ്ങളായിട്ടാണ്. മോക്ക് ടെസ്റ്റ് ആണ്, വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. നിങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞതും നിങ്ങൾ പല സമയങ്ങളിലായിട്ട് വായിച്ചു പോയതുമായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. അതൊക്കെ ഓർമ്മയിലുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നത്, ഈ ഒരു മോക്ക് ടെസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എത്രണ്ണം ശരിയായിട്ടുണ്ട്, എത്രണ്ണം തെറ്റി എന്നുള്ള കാര്യം തീർച്ചയായിട്ടും പറയണം. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മുടെ ഈ ഒരു മോക്ക് ടെസ്റ്റിനകത്ത് ഒന്നുപോലും തെറ്റിക്കരുത്. കാരണം എല്ലാം എളുപ്പമുള്ള കാര്യങ്ങൾ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. എളുപ്പമുള്ളതാണെന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്യേണ്ട. ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് കൺഫ്യൂഷൻ വരുന്ന ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ സമയം കളയുന്നില്ല, പെട്ടെന്ന് പോവാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് സാമ്പത്തിക നീതിയെക്കുറിച്ച്, എക്കണോമിക് ജസ്റ്റിസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആമുഖം, മൗലിക ചുമതലകൾ, മൗലികാവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് സാമ്പത്തിക നീതി? രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. കേരളത്തിലെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് വിക്ടോറിയ മഹാറാണിയുടെ വിളംബരം, മലയാളി മെമ്മോറിയൽ, ക്ഷേത്രപ്രവേശന വിളംബരം, ഗുരുവായൂർ സത്യാഗ്രഹം. ഇതിൽ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകൾ തന്നെയാണ് ഓപ്ഷൻസിൽ വന്നിട്ടുള്ളത്. ബിയും സിയും ഡിയും ഒക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഉറപ്പായിട്ടും ചോദിക്കും, കേരളത്തിലെ മാഗ്ന കാർട്ട ഒരു പ്രസ്താവനയെങ്കിലും വരാൻ സാധ്യതയുള്ള സാധനമാണ്. കിട്ടിയില്ലേ, ഡയറക്റ്റായിട്ട് ചോദിച്ചില്ലെങ്കിലും. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഗാന്ധിജി കേരളം സന്ദർശിച്ച വർഷങ്ങൾ 20, 25, 27, 34, 36, 20, 24, 27, 34, 37, 20, 25, 27, 34, 37, 20, 25, 27, 35, 37. ഇങ്ങനെ കണ്ട തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഓപ്ഷൻ നോക്കാതെ നിങ്ങൾ പറഞ്ഞു നോക്കുക, എന്നിട്ട് എഴുതി നോക്കുക. ആ എഴുതിയത് ഇതിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതാണ് നല്ലത്. അല്ലാതെ ഓപ്ഷൻ നോക്കി എടുക്കാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. നാലാമത്തെ ചോദ്യം, കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയി എന്ന കാരണത്താൽ സ്വന്തം സമുദായം ഭ്രഷ്ട് കൽപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ്? EMS നമ്പൂതിരിപ്പാട്, VT ഭട്ടതിരിപ്പാട്, MRB, അതുപോലെ തന്നെ മന്നത്ത് പത്മനാഭൻ. കിട്ടിയോ? കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയി എന്ന കാരണം കൊണ്ട് സമുദായം ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് എന്നാണ് ചോദ്യം. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യയുടെ വിവിധ ബഹിരാകാശ ദൗത്യങ്ങൾ, വിക്ഷേപണ വാഹനങ്ങൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നു. ഓക്കെ, എന്താണ്? ചന്ദ്രയാൻ 3 വിക്ഷേപണ വാഹനം LVM-3M4 അല്ലേ. മംഗളയാൻ PSLV XLC-25, ആദിത്യ L1 PSLV XLC-57. ഇവിടെ ശരിയായ ജോഡികൾ ഏവ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ 3 എണ്ണം തന്നിട്ട് ശരിയായ ജോഡികൾ ഏവ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1, 2, 3 ശരി, 1, 2 മാത്രം ശരി, 2, 3 മാത്രം ശരി, 1, 3 മാത്രം ശരി. ഇതിൻ്റെ ജോഡി അല്ലേ, അതിലെ ബഹിരാകാശ ദൗത്യവും അതിന് ഉപയോഗിച്ച വാഹനവും തന്നിട്ട് ഇതിലിപ്പോൾ ചന്ദ്രയാൻ 3യുടെ വാഹനം ഇതാണോ, മംഗളയാൻ്റെ വാഹനം ഇതാണോ, ആദിത്യ L1ൻ്റെ വാഹനം ഇതാണോ എന്ന് നോക്കിയിട്ട് ഇതിലേതാണ് ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? 1, 2, 3, 1, 2 മാത്രം, 2, 3 മാത്രം, 1, 3 മാത്രം. ആറാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഏതാനും പർവ്വതനിരകൾ ചുവടെ നൽകുന്നു. കാറക്കോറം, ലഡാക്ക്, സിവാലിക്, സസ്കർ. ട്രാൻസ് ഹിമാലയൻ നിരകളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ഉൾപ്പെടുന്നതാ ചോദിച്ചിട്ടുള്ളത്. ട്രാൻസ് ഹിമാലയത്തിൽ വരുന്നത് 1, 2, 3, 1, 2, 4, 2, 3, 4 എല്ലാം ശരിയാണ്, ട്രാൻസ് ഹിമാലയത്തിൽ വരുന്നതാണ്. യെസ്. ഏഴാമത്തെ ചോദ്യം, ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം. ഇവിടെ നോക്കിക്കേ, കൊൽക്കത്ത സമ്മേളനം, ബൽഗാം സമ്മേളനം, ലാഹോർ സമ്മേളനം, കൊൽക്കത്ത സമ്മേളനം. 2 കൊൽക്കത്ത സമ്മേളനം തന്നിട്ടുണ്ട്. ഇതിൻ്റെ വർഷം കൂടി നോക്കണം. 1896, 1901, 1929, 1924. കൊൽക്കത്ത സമ്മേളനമാണ് എന്ന് പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഗാന്ധിജി അല്ലേ കോൺഗ്രസ് അല്ലേ എന്ന് പറഞ്ഞ് ബൽഗാം പോവാം. ശ്രദ്ധിക്കുക. എട്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മൗലികാവകാശം ഏതാണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം,
സമത്വത്തിനുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഭരണഘടനാ പരിഹാരത്തിനുള്ള അവകാശം. 9ാമത്തെ ചോദ്യം, ആരുടെ അധ്യക്ഷതയിലാണ് മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം പാലക്കാട് വെച്ച് നടന്നത്? KP കേശവമേനോൻ, K മാധവൻ നായർ, ആനി ബസന്റ്, KP രാമൻ മേനോൻ. സിമ്പിളാണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഭാഗമാണ്, നമുക്ക് മലബാർ പഠിക്കാനുള്ളതാണ്. 10ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. വിപ്ലവത്തിന്റെ കിൻഡർഗാർഡൻ തലം എന്ന് സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് നേതാവ് ആരാണ്? ക്ലെമന്റ് അറ്റ്ലി, സ്റ്റഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ, അതുപോലെ തന്നെ തന്നിട്ടുള്ള വിൻസ്റ്റൺ ചർച്ചിൽ. ഇങ്ങനെയാണ് 10 ഓപ്ഷൻസ് ആണ്, 10 ചോദ്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഓരോ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, പരിശോധിക്കാൻ പോവാണ്. ഇവിടെ നോക്കുക, ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് എക്കണോമിക് ജസ്റ്റിസ്, സാമ്പത്തിക നീതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആമുഖത്തിലാണ് വരുന്നത് കേട്ടോ. ആമുഖം, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് തുടങ്ങുന്ന ആമുഖത്തിൽ എന്തുണ്ട്? സാമ്പത്തിക നീതിയെക്കുറിച്ച് പറയുന്നുണ്ട്. 2ാമത്തെ ചോദ്യം, കേരളത്തിലെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്താണ്? ക്ഷേത്രപ്രവേശന വിളംബരമാണ്. 3ാമത്തെ ചോദ്യം നോക്കുക, ഇവിടെ നിങ്ങൾ മറ്റു ഓപ്ഷനിലേക്ക് ഒന്നും പോകണ്ട. 1920, 1925, 1927, 1934, 1937 ഇങ്ങനെയാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ചത്. ഇത് നിർബന്ധമായിട്ടും പഠിക്കുക, ഗാന്ധിജി നമുക്ക് പഠിക്കാനുള്ളതാണ്. 4ാമത്തെ ചോദ്യം, കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയി എന്ന കാരണം കൊണ്ട് സമുദായം ഭ്രഷ്ട് കൽപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് VT ഭട്ടതിരിപ്പാട് കേട്ടോ. 5ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ചന്ദ്രയാൻ LVM അല്ലെ LVM 3 M4 എന്നുള്ളത്, ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 M4, മംഗളയാൻ PSLV XLC-25, ആദിത്യ L1. ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ശരിയാണ്. അതായത് ശരിയായ ജോഡി പറഞ്ഞാൽ 1 ശരിയാണ്, മംഗളയാൻ്റെ ശരിയാണ്, ആദിത്യ L1 ശരിയാണ്. അപ്പോൾ എല്ലാം ശരി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ല, പക്ഷേ 1, 2, 3 ശരി എന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ A ആണ് ഇവിടുത്തെ ശരി ഉത്തരം. 6ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. കാരക്കോറം, ലഡാക്ക്, സസ്കർ. കാരക്കോറം, ലഡാക്ക്, സസ്കർ ഇതാണ് ട്രാൻസ് ഹിമാലയം. അപ്പോൾ ഇത് വരില്ല. അപ്പോൾ ട്രാൻസ് ഹിമാലയൻ നിരകളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം എന്നാണ് ചോദിച്ചത്. 1, 2, 4. 1, 2, 4 ഉള്ള ഏത് ഓപ്ഷൻ നോക്കുക. 1, 2, 4 ഓപ്ഷൻ B ആണ് ഇവിടുത്തെ ശരി ഉത്തരം. 7ാമത്തെ ചോദ്യം, ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം കൊൽക്കത്ത സമ്മേളനമാണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഓടിപ്പോയി എവിടെ കൊടുക്കും? ഇവിടെ കൊടുക്കും. തെറ്റും. 1896 എന്ന ഓപ്ഷൻ വന്നിരിക്കുന്നത് അതല്ല. 1901 കൊൽക്കത്ത സമ്മേളനമാണ് ഗാന്ധിജി പങ്കെടുത്ത സമ്മേളനം. ഗാന്ധിജി പ്രസിഡന്റ് ആയി എന്നോ മറ്റും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പറഞ്ഞാൽ തെറ്റും. അത് ഏത് വരും? അത് ബൽഗാം സമ്മേളനം വരും. ഓക്കെ അല്ലേ? 8ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മൗലികാവകാശം. ഇത് ഭരണഘടനാ പരിഹാരത്തിനുള്ള അവകാശമാണ്. ബാക്കിയുള്ള എല്ലാ മൗലിക അവകാശങ്ങളും നമുക്ക് ഉണ്ടായിട്ട് കാര്യമില്ല. അത് നേടിയെടുക്കണമെങ്കിൽ എന്ത് വേണം? ഇത് വേണം. അതുകൊണ്ടാണ് ഇതിനെ എന്ത് പറഞ്ഞത്? ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കുന്നത്. 9ാമത്തെ ചോദ്യം, ആരുടെ അധ്യക്ഷതയിലാണ് മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം? ആനി ബസന്റ് പാലക്കാട് വെച്ചിട്ടാണ് പ്രഥമ സമ്മേളനം. 10ാമത്തെ ചോദ്യം, വിപ്ലവത്തിന്റെ കിൻഡർഗാർഡൻ തലം എന്ന് സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തെ വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിൽ. ഗാന്ധിജി അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി വിൻസ്റ്റൺ ചർച്ചിൽ. 10 ചോദ്യങ്ങൾ നോക്കി എത്ര എണ്ണം നിങ്ങൾക്ക് ശരിയായിട്ടുണ്ട്, ഏതെല്ലാമാണ് ശരിയായത്, ഏതാണ് തെറ്റിപ്പോയതെന്ന് കമൻറ്റ് ചെയ്യുക. എളുപ്പമുള്ള ചോദ്യമല്ലേ? യെസ്. അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.